അവർക്ക് അതിനാവശ്യമായ പരിശീലനം കൊടുക്കുക. അല്ലാതെ അവർ ലോൺ എടുത്ത് ആ ലോൺ എടുക്കുന്ന തുക മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടവരെ കടക്കാരാകുന്ന രീതിയല്ല. അതിനുള്ള കൃത്യമായ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവർക്ക് അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തി പൂർണ്ണമായ രീതിയിലുള്ള സഹായം കണ്ടെത്തി ആരെയും ആശ്രയിക്കാത്ത സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തരാകാൻ കഴിയുന്ന സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാൻ വേണ്ടാത്ത ഒരു സ്ഥിതി വരുന്ന കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അതിനുള്ള സമഗ്രമായ പദ്ധതികൾ എന്തായാലും സർക്കാർ ആവിഷ്കരിക്കും. നമ്മുടെ ഈ കോർപ്പറേഷൻ തീർച്ചയായും അക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കും. ഒരു വനിതാ മന്ത്രി കൂടിയാണ് ഈ വകുപ്പിന് കിട്ടിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ് ശ്രീമതി കെ. തുളസി. എനിക്കത് പൂർണ്ണമായ ഉറപ്പുണ്ട്. സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ വകുപ്പിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ, സാധാരണക്കാരായ മനുഷ്യരെ, സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന ധാരാളം പദ്ധതികളുണ്ടാകും. അതിൻ്റെ തുടക്കമാണ് ഈ 100 ദിവസത്തിനുള്ളിൽ കൃത്യമായി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയ കാര്യം. ഏകദേശം 540-ലധികം പ്രോജക്റ്റുകളാണ് 100 ദിവസത്തിനകം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കാര്യം കൂടി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ 100 ദിവസത്തെ കർമ്മ പരിപാടി ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോർട്ടൽ നോക്കിയാൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും എന്ത് പുരോഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇത് വെറുതെ പലപ്പോഴും പല സർക്കാരുകളും പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടി പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയാണ് ചെയ്യുന്നത്. ഇതൊരു കളർ കോഡ് കൂടിയാണ്. പദ്ധതി ആരംഭിച്ചിട്ടില്ല എങ്കിൽ എന്റെ വകുപ്പ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ചുവന്ന കളറാണ്, അതായത് തുടങ്ങിയിട്ടില്ല. ഇനി പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ്, പച്ച കളറാണ്. തീർന്നു പദ്ധതി. ഈ 50% 70% ഇടയിലാണ് പദ്ധതി ആയിരിക്കുന്നതെങ്കിൽ അതിനൊരു ഓറഞ്ച് കളറാണ്. ഏത് സാധാരണ മനുഷ്യർക്കും ആ പോർട്ടൽ നോക്കിയാൽ, ഏത് മാധ്യമങ്ങൾക്കും നോക്കിയാൽ ഈ 540 പ്രോജക്റ്റിന്റെയും പുരോഗതി അറിയാം. എല്ലാവരെക്കാളും മുമ്പിലെത്താനുള്ള ശ്രമമാണ് മന്ത്രി ശ്രീമതി തുളസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ 100 ദിന കർമ്മ പരിപാടിയിലെ ആദ്യത്തെ പരിപാടിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. പല സ്ഥലത്തും പല ചില പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാനുമായി കൂടി മത്സരത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്നുള്ള സംശയത്തിലാണ്. അതിനു മുമ്പ് എന്റെ വകുപ്പിന്റെ തീരുന്നതിനും ഈ വകുപ്പിന്റെ തീരുമെന്നാണ് എനിക്ക് സംശയമുള്ളത്. ആ സ്പീഡിലാണ് പോകുന്നത്. ആ സ്പീഡിൽ പോകണം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അത് നമുക്ക് ആത്മവിശ്വാസം നൽകും. 100 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച പരിപാടികൾ മുഴുവൻ തീർക്കാൻ കഴിഞ്ഞാൽ ആ പദ്ധതി ഞങ്ങൾ 20 ദിവസം കൂടുമ്പോൾ അതിന്റെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ട്. എവിടെ വരെ എത്തി? മന്ത്രിമാരുടെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ട്, രാജ്യത്തിന്റെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഓരോ പദ്ധതിക്കുള്ള പുരോഗതിയെ നമ്മൾ വിലയിരുത്തുന്നു. അപ്പൊ 100 ദിവസം കൊണ്ട് അത് തീർക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസമായി. അപ്പൊ നമുക്ക് ബജറ്റിലെ പദ്ധതികൾ കൂടി സമയബന്ധിതമായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി കൂടി പ്രഖ്യാപിക്കുക. ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പറഞ്ഞത്, പ്രിയദർശിനി പദ്ധതി. ഇവിടെ പിന്നെ അധികം പുരുഷന്മാരില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയാം, കുറവാണ്. മുമ്പിലിരിക്കുന്ന കുറച്ച് പേര് മാത്രമാണ്. അത്ര ഇഷ്ടമായിട്ടില്ല പറയുന്നത്. അറിയാല്ല, കാര്യം അറിയാല്ല. ആ പ്രിയദർശിനി പദ്ധതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രിയദർശിനി പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന ലാഭം അത് KSFE-യിലെ പിങ്കി